നമഃശിവായ. പ്രിയ സജ്ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപൂർവങ്ങളിൽ അപൂർവമായി തീർന്നിരുന്ന ഒരു 800 വർഷം പഴക്കമുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അവിടുത്തെ മഠാധിപതിയാണ് എനിക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ക്ഷേത്രം 800 വർഷം ആയിട്ടുള്ളെങ്കിലും ചതുർബാഹു വിഗ്രഹമായ അവിടുത്തെ ശ്രീകൃഷ്ണൻ സമീപമുള്ള ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഏകദേശം 1500 വർഷങ്ങൾക്ക് മേൽ പൂജ ചെയ്യുന്നതാണ്. പാലിയത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് പാലിയത്ത് അച്ഛൻ ഗുരുവായൂർ പോയ ഭക്തനെ വഴിയിൽ നിന്നും കുതിരപ്പുറത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഒരു രണ്ടാം ഗുരുവായൂരിന്റെ ഭക്തിയുടെ നിറവുള്ള ഒരു ക്ഷേത്രമാണ്. അടുത്ത കാലത്ത് അതിനൊരു നാഥനായിട്ട് ശ്രീ ഗുരുദാസാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹം വരികയും അവിടെ ഒരു പുനർജീവനം വരികയും ഇപ്പോൾ ഭക്തരുടെ ആവശ്യങ്ങൾക്ക്, അതായത് അവിടെ നല്ലൊരു ജ്യോത്സ്യനുണ്ട്, ജ്യോത്സ്യൻ തന്നെയാണ് മേൽശാന്തി, അത്യാവശ്യമുള്ള തന്ത്ര മന്ത്ര വിദ്യകളെല്ലാം അവിടെ ചെയ്ത് വരുന്ന ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക് ആ ക്ഷേത്രത്തിന് പുനരുദ്ധരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം നാം അഥവാ നൈസ് ആക്ഷൻ മീഡിയയുടെ പ്രേക്ഷയായിട്ട് നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്. നമസ്തേ. എന്റെ പേര് സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ താലൂക്കില് ക്ഷേമമംഗലം പാലിയത്ത് അച്ഛന്മാരുടെ നാട്ടിൽ നിന്ന് കോട്ടയിൽ കോവിലകം സ്ഥലത്താണ് വരുന്നത്. വില്യാർവട്ടം മഹാരാജാവിന്റെ ആസ്ഥാനമായിരുന്ന കോട്ടയുടെ അകത്തെ കോവിലകം, അതായത് 1300-കളില് വില്യാർവട്ടം രാജവംശം അവിടെ വന്ന് സ്ഥാപിതമാകുകയും അതിനെ തുടർന്നുണ്ടായ സ്ത്രീകൾക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അറിയപ്പെടുന്ന ഒരു കോട്ടയുടെ അകത്തെ കോവിലകമായി ക്ഷേത്രം പരിലസിക്കുന്നു. ഇത് ആ വിഗ്രഹത്തിന് 1500-ൽ കൂടുതൽ പഴക്കമുണ്ടെന്ന് ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ പറയപ്പെടുന്നു. ചതുർബാഹു ബിംബമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ നോക്കി വരുമ്പോൾ ഗോവിന്ദപുരത്തപ്പൻ അല്ലെങ്കിൽ ഗോവിന്ദപുരം എന്നാണ് അതിന്റെ ശരിയായ സ്ഥലപ്പേര്. ഇന്ന് അറിയപ്പെടുന്നത് കോട്ടയിൽ കോവിലകം ആ സ്ഥലത്തിന്റെ പേരായി മാറി. ആ കോട്ടയുടെ അകത്തെ കോവിലത്തെയാണ് കോട്ടയിൽ കോവിലം എന്ന് അറിയപ്പെടുന്നത്. നാടിന്റെ പേരാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ സ്വാമിജി, അതായത് ചരിത്രപരമായിട്ട് ജൂതരുടെ കുടിയേറുകയും ഇസ്ലാമുകൾ വരികയും ഒക്കെ ചെയ്തിരുന്ന കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കാങ്ങല്ലൂർ എന്ന് പറയുന്ന മുസ്ലിം പട്ടണത്തിന്റെ ക്യാപിറ്റലായിട്ട് നിലച്ചിരുന്ന അല്ലേ പാലിയത്ത്? അതായത് 3 മതസ്ഥരുടെയും പ്രധാന ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അവരുടെ തന്നെ ശവസംസ്കാര ക്രമേഷനും എല്ലാം കൂടെ സമന്വയിച്ചിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ഈ പറഞ്ഞ കോട്ടക്കൽ കോവിലം, അല്ലേ സ്വാമിജി? തീർച്ചയായിട്ടും 3 അല്ല, 1 യഹൂദന്മാര്, 2 ക്രിസ്ത്യാനികള്, 3 മുസ്ലിങ്ങള്, ഇങ്ങനെ 3 പള്ളികളും ഈ കോട്ടയിൽ കോവിലം ക്ഷേത്രവും കൂടി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ കോട്ടയിൽ കോവിലവുമായി ബന്ധപ്പെട്ട് വില്യാർവട്ടം രാജാവിന്റെ കാലത്ത് തന്നെ പണിതീർത്ത് ഇവർക്കെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ക്രിസ്ത്യാനിക്ക് സെമിത്തേരിയും മുസ്ലിമിന് ഖബർസ്ഥാനും യഹൂദന്മാർക്ക് അവരുടെ ഡോംസുകളും എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഈ ക്ഷേത്രം പെരിയാറ്, എടവലയാറ്, ചാലക്കുടിയാറ്, ഞാൻ അതിനെ ത്രിവേണി എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ത്രിവേണി ഒഴുകുന്ന ആ തീരത്ത് കുന്നിൻ ചെടികളും പടകുമുകളിലായി കാടിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അപൂർവമായി കാണാവുന്ന വളരെ ഊർജം നമുക്ക് ഏത് കാര്യത്തിന് വന്നാലും എന്തിനു വന്നാലും നമുക്ക് അവിടെ വരുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം തോന്നുന്ന പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ 250ഓളം വർഷങ്ങളായിട്ട് വളരെ മോശാവസ്ഥയിൽ കിടക്കുന്ന ഈ ക്ഷേത്രം ഏകദേശം 20 വർഷത്തോളം ഒരു തരത്തിലുള്ള ക്ഷേത്രം തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ 40 വർഷമായി 2 നേരം പൂജയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് താന്ത്രികത്തിൽ ഏറ്റവും ശക്തമായി നമ്മൾ ചണ്ഡിക പരദേവതാ പ്രീതിക്ക് വേണ്ടി ചണ്ഡികായാഗം നടത്തുകയുണ്ടായി. ഈ വർഷം അടുത്ത വരാനിരിക്കുന്ന 2026 ഏപ്രിൽ 20 മുതൽ മെയ് 1 വരെ ചണ്ഡികായാഗം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 3 ചണ്ഡിക 2028 ശിവരാത്രിക്ക് മുമ്പും ഒരു യാഗം നടത്തി പരദേവതാ പ്രീതി എന്തായാലും ആ ക്ഷേത്രത്തിന് വരികയും അത് ഉയരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് ചുറ്റും ശ്മശാനാന്തരീക്ഷം ഉള്ളത് കൊണ്ട് നമ്മള്
ഈ വർഷത്തെ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലായിരുന്നു ഗണപതി ഹോമമെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും ഗണപതി ഹോമവും ഈ പിതൃ അതായത് പ്രേതത്തിന്റെ അടുത്തൊരവസ്ഥയിലേക്ക് ഉയർന്നതിന് വേണ്ടിയിട്ട് നിത്യം തിലഹവനവും ക്ഷേത്രാന്തരീക്ഷം തന്നെ ഒരു ശ്മശാനാന്തരീക്ഷത്തിന് തുല്യമായതുകൊണ്ട് തിലഹവനവും മാസത്തിൽ കറുത്ത വാവിന്റെ അന്ന് നമ്മൾക്ക് ഗണപതി ഹോമം തിലഹവനമൊക്കെ പറഞ്ഞല്ലോ ഈ ഭക്തർക്ക് എന്തെങ്കിലും റോളുണ്ടോ? നമുക്കത് നമ്മുടെ പേരിൽ നടത്താനോ അതുകൊണ്ടുള്ള അങ്ങനെയുള്ള ഇതുണ്ടോ? ഇപ്പൊ ഗണപതി ഹോമം ഇന്നത്തെ ഗണപതി ഗുരുവായൂരൊക്കെ പഴയപോലെ ഉദയാസോന പൂജ പോലെ നിങ്ങളുടെ ക്ഷേത്രത്തിലെ ഗണപതി ഹോമവും ഇതൊക്കെ ഞങ്ങളുടെ പേരിൽ ഭക്തരുടെ പേരിൽ നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും അവരവരുടെ നാളില് മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് സാധാരണ ഗണപതി ഹോമം തുച്ഛമായ പൈസയുള്ളൂ. അഷ്ടദ്രവ്യ ഗണപതി ഹോമം പിന്നെ മരിച്ചുപോയ ആരെങ്കിലും സ്വന്തം മരിച്ച നക്ഷത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ആളുടെ പേരിലും ആ മരിച്ച നക്ഷത്രം ജന്മനക്ഷത്രം മരിച്ച നക്ഷത്രം തിലഹവനം നടത്തിയാല് ഒരു 18 മാസമെങ്കിലും തിലഹവനം നടത്തിയാല് അവരുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയും ഓട്ടോമാറ്റിക് ആയിട്ട് അവർ അടുത്ത പിതൃ ലോകത്തേക്ക് പ്രവേശനം കിട്ടുന്നല്ലേ? അത് ഞാനൊരു ചോദിക്കട്ടെ, ചില കണ്ടമാനം ആളുകൾ മരിച്ചിട്ട് കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാതെ അല്ലെങ്കിൽ നടക്കുന്ന പ്രേതാത്മാവെന്നൊക്കെയുള്ള ചില ജ്യോത്സ്യന്മാർക്ക് നമ്മൾ ഇന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇന്ന ആള് മരിച്ചിട്ട് വേണ്ട ഒരു കൂടെ കുഴി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മോക്ഷം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഇതില് അവരുടെ മരിച്ച ആൾ അറിയാമെങ്കിൽ ഈ 18 മാസം എന്ന് പറഞ്ഞാൽ 18 മാസം തുടർച്ചയായിട്ട് നടത്തണോ എല്ലാ മാസത്തിലും അവരുടെ ആ നക്ഷത്ര ദിവസം എങ്ങനെയായിട്ട് നമുക്കൊരു തറവാട്ടില് പലവരും മരിച്ചിട്ടുണ്ടാവും. ഒരാളായിരിക്കില്ല, എല്ലാവരും നക്ഷത്രം കിട്ടണമെന്നില്ല. ഇതുവരെ ചിലപ്പോ ഈ ക്രിയകളോ പിതൃ നടക്കണോ പിതൃബലിയോ ഒന്നും നടത്താത്തവരായി. അങ്ങനെയെങ്കിൽ കൂട്ട നമസ്കാരം അവർക്ക് വേണ്ടി കറുത്ത വാറിന്റെ പിറ്റേ ദിവസം അവർക്ക് അന്നം കൊടുക്കുന്നു വട്ടം കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിലും അന്നത്തെ ദിവസം തിലഹവനവും ഒരു 18 മാസമെങ്കിലും അങ്ങനെ തിലഹവനം നടക്കും. 18,000 തിലഹവനായി. അങ്ങനെ തിലഹവനത്തിലൂടെ പ്രേതാവസ്ഥയിൽ നിന്ന് പിതൃവസ്ഥയിലോട്ടും ആ പിതൃവസ്ഥയിലെത്തി കഴിയുമ്പോൾ അതിനെ സായുജ്യം ചെയ്തുകൊണ്ട് മോക്ഷാവസ്ഥയിലും അങ്ങനെ അവർക്ക് അടുത്ത ജന്മങ്ങൾ ജനിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാം. അങ്ങനെയാണ് സംശയം ചോദിച്ചത്. 18 മാസം നടത്തുക പറഞ്ഞാൽ ഓരോ മാസം ഒരു ദിവസമല്ല ഉള്ളു, അങ്ങനെ 18 തവണ നടത്തിയാൽ പോലെ. അതെ, തീർച്ചയായിട്ടും അത് വളരെ ലളിതമായ നമുക്ക് അന്യായമായ ഒരു സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ഞാനൊരു സന്യാസി ആയതുകൊണ്ടും എന്റെ വീക്ഷണം വെച്ച് ഏറ്റവും ലളിതമായ ഒരു സാധാരണക്കാരന് പോലും ലളിതമായി നടത്താവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ഈ ശിവരാത്രി മുതൽ നമ്മള് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ത്രിവേണി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മളൊരു 5.5 സെന്റ് സ്ഥലം മേടിച്ച് കൊണ്ടിരിക്കുകയാണ്. അവിടെ നിത്യബലി അർപ്പണം സ്റ്റാർട്ടാകും. നമ്മള് ചേലമറ്റത്ത് ചെയ്യാം. പക്ഷെ ആ രീതിയിൽ തീർച്ചയായിട്ടും ആലുവയുടെ പ്രാധാന്യം ആലുവയ്ക്കും ചേലമറ്റത്തിന്റെ പ്രാധാന്യം ചേലമറ്റത് കോട്ടയം ഗോകുലത്തിന് നമ്മള് ത്രിവേണി സങ്കല്പത്തിലാണ്. അതായത് പൂർണ്ണാനദി, അതായത് പഴയ പെരിയാട്ടം പഴയ പേരാണ് പൂർണ്ണാനദി, എടമലയാറ്, ചാലക്കുടിയാറ്. ഇതെല്ലാം വലിയ ആറുകളാണ്. ഇത് ഒഴുകി ചേർന്ന് പോകുന്ന സ്ഥലത്ത് സാധാരണ ഹിന്ദുക്കളുടെ ഭാഗ്യ സംസ്കാര പ്രകാരം ഒരു നദിയിൽ ഇടുന്നതിന് അതിൻ്റെതായ പുണ്യമുണ്ട്, 3 നദിയിൽ ഒഴുകുന്ന സ്ഥലത്തിന് അതിന്റെ പുണ്യമുണ്ട്. ആ പുണ്യം അവിടെ കിട്ടും എന്നുള്ള സങ്കല്പത്തില് ത്രിവേണി തർപ്പണം, ത്രിവേണി ബലിതർപ്പണം, ത്രിവേണി എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് മാസത്തിലൊരിക്കൽ കർത്തവാവിന്റെ അന്ന് എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ട് ഒരു എന്താണ് ദീപങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് പൂർണ്ണ ആരതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൂടി നമ്മൾ അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കാളേശ്വരിലെ വിഭൂതി നമ്മൾ ഓരോ ബലി അർപ്പണങ്ങൾക്കും കൊടുക്കാമെന്നുള്ള ഒരു സങ്കല്പമുണ്ട്. 5 വെള്ളിയാണെങ്കിലും നമ്മളെ ത്രിവേണി ജലം, അതായത് പ്രയാഗരാജിലെ ജലമെങ്കിലും ഓരോരുത്തർക്കും കൊടുക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ശക്തമായി പിതൃക്കൾക്കും പരദേവതയ്ക്കും വേണ്ടി ഒരു സങ്കേതം ഒന്നിച്ചുണ്ടാകുന്നത് ഇതായിരിക്കണമെന്നാണ് എന്റെ സങ്കല്പം. അപ്പൊ അതിന് ഞങ്ങൾക്ക് നേരിട്ട് വരാനുണ്ട്. 18 മാസത്തെ കാശ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാല് ഇതിങ്ങനെ നടത്തുകയും ഇതിന്റെ പ്രസാദങ്ങളോ എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് അയച്ചുതരൊക്കെ ചെയ്യും. ഇതിന് പ്രസാദമൊന്നുമില്ല, പക്ഷെ ഇത് വന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല സന്തോഷം. ഇല്ലെങ്കിലും നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നതാണ്, ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ട്. അല്ല, ചെയ്തു കഴിഞ്ഞാൽ അവരെ അറിയിക്കാൻ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു കാർഡോ എന്തെങ്കിലുമൊക്കെ തന്നൊരു വാട്സപ്പ് മുഖാന്തരം നമുക്ക് അയക്കാവുന്ന അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മള് ഒരു പുതിയതായിട്ട് വരുന്നതാണ്. അതിൽ വലിയ തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ ഒരു സങ്കല്പത്തില്
ഒരു വഴിപാട് ചെയ്താൽ അത് അവിടെ നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. യാഗത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. നമുക്ക് ഏകദേശം എത്ര രൂപ വരുമെന്നൊന്ന് പറയാം, ഏകദേശം ഈ 18 മാസത്തെ? അയ്യോ, ഒരു മാസത്തിന് 200 രൂപയാണ് നമ്മള് ശിലാഹവനത്തിന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൂടാതെ കൂട്ടനമസ്കാരം, അതായത് ആ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് കൂട്ടനമസ്കാരമായിട്ട് ഇനി 100 രൂപ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ല, വ്യത്യസ്തമായിട്ട് എന്റെ അച്ഛൻ മരിച്ച നക്ഷത്രം ഉണ്ടെങ്കിൽ ആ ആളുടെ പേരിൽ ആ നാളിൽ ചെയ്യുന്ന 50 രൂപ കൂട്ടനമസ്കാരത്തിന് എത്ര? 100 രൂപ. തിലഹോണവും ആ കൂട്ടത്തിന്റെ അപ്പം തന്നെ തിലഹോണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കൊടുക്കുന്ന ഒരു രീതിയിലോട്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത 500 1000 താഴെ വരുന്നുള്ളൂ അല്ലേ? മാസത്തില് 300 രൂപയ്ക്ക് വരുന്നുള്ളൂ. 18 മാസം കഴിയുമ്പോൾ നമുക്ക് ആവാഹിച്ച് ഇരുത്തി തിലഹോണം സാധിച്ചും പിന്നെ ചെയ്ത് പിന്നെയും തിലഹോണം ഇങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും. കാരണം പ്രശ്നത്തിൽ കൂടെ അവർക്ക് അതുപോലെ ഈ ക്ഷേത്രം നമുക്ക് എത്രയാണെന്ന് ഭക്തജനങ്ങളെ കാണിച്ചു കൊടുക്കുക. അടുത്ത 2ാം പാർട്ട് നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ക്ഷേത്രത്തിനെ കാണിക്കുകയും അവിടുത്തെ ഏത് പൂജയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാനും പറ്റുന്നതെന്നുള്ളത് ഭക്തജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അടുത്ത ക്ഷേത്രം ശരിക്കും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. സ്വാമിജി, നന്ദി, നമസ്കാരം.